നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്കും നമ്മുടെ ലോകത്തിനും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വലിയ പ്രശ്നം. വിജയം എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. നമ്മുടെ വില എന്താണെന്ന് അറിയണം. വസ്ത്രങ്ങളുടെ ബ്രാൻഡുകൾ, വീടിൻ്റെ വലുപ്പം, വീട്ടുകാരുടെ കയ്യിലുള്ള കാറിൻ്റെ വില, തങ്ങളുടെ സ്കൂൾ ബാഗ്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവരുടെ മൂല്യം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് അവരുടെ മൂല്യമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണ് വിജയം എന്താണ് എന്നുള്ളത്. 20ഉം 30ഉം 40ഉം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഭൂരിഭാഗം മുസ്ലിങ്ങളും വിചാരിച്ചിരുന്നത് ജീവിത വിജയം എന്നത് തങ്ങൾക്ക് ലഭിക്കാതെ പോയ നല്ല വിദ്യാഭ്യാസമാണെന്നാണ്. അപ്പോൾ അവർ തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച ജീവിതപാഠം കൊണ്ട് നിങ്ങൾ പറയും, എൻ്റെ കുട്ടിക്ക് മുന്തിയ വിദ്യാഭ്യാസമുണ്ടെന്ന്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി നിങ്ങൾ അവരെ സ്വകാര്യ സ്കൂളുകളിലേക്ക് അയക്കുന്നു. നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നു. ഫ്ലാറ്റുകളിൽ അസൗകര്യത്തോടെ ജീവിക്കുന്നു. വലിയ സ്കൂളുകളിൽ ചേർക്കാൻ വേണ്ടിയും ഉയർന്ന വിദ്യാഭ്യാസവും പരിശീലനവും കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വലിയ തുക ലോൺ എടുക്കുന്നു. നമ്മളത് ചെയ്യും, സ്വാഭാവികമാണ്. എന്തുകൊണ്ടാ? കാരണം നിങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാന ഭാഗം നിങ്ങളുടെ വിദ്യാഭ്യാസമാണ്. കാലങ്ങളായി മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളോട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. അല്ലാത്ത പക്ഷം നീ ജീവിതത്തിൽ തോറ്റുപോകും. കോളേജിൽ പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് തീർക്കണം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു വൈദ്യനല്ലെങ്കിൽ നിങ്ങൾ തോറ്റവരാണ്. ദുനിയാവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, നിങ്ങൾക്കുള്ളത് ആഖിറത്താണ്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ സന്തോഷിക്കില്ല. കാരണം നിങ്ങളൊരു സർജനോ വൈദ്യനോ അല്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ദന്തരോഗ വിദഗ്ധൻ ആകുന്നത് പോലും അപമാനമാണ്. നമ്മുടെ സമുദായത്തിൽ ഒരു വൈദ്യനാകുക എന്നത് ഇത്രയും പ്രധാനപ്പെട്ടതാകാൻ കാരണം എന്താണെന്നറിയോ? കാരണം അവർക്ക് നല്ല പൈസ കിട്ടും. നിങ്ങളുടെ മനുഷ്യത്വമോ ജീവൻ രക്ഷിക്കുന്നതോ ഒന്നുമല്ല അതിന് കാരണം. ഡോക്ടർമാർക്കും ബസ് ഡ്രൈവർമാർക്കും ഒരേ ശമ്പളമാണെങ്കിൽ മക്കളെ ഡോക്ടർമാരാക്കാൻ നമ്മുടെ സമൂഹം ഇങ്ങനെ ഭ്രാന്ത് പിടിക്കില്ലായിരുന്നു. നമ്മുടെ സ്വന്തം മക്കളെ ലോകത്തിൻ്റെ രക്ഷകരാക്കാൻ ഒരു ശുഷ്കാന്തിയും ഉണ്ടാവുകയില്ല. നമ്മുടെ മക്കൾ ഡോക്ടറാവുമ്പോൾ നമ്മൾ സന്തോഷിക്കും. എന്നാൽ ഞാൻ 3 വർഷത്തേക്ക് സൗജന്യമായി ചികിത്സിക്കാൻ പോവുകയാണ്. പ്രളയം വന്ന സ്ഥലത്തേക്ക് 3 വർഷത്തേക്ക് പോവുകയാണ്. ഞാൻ സൊമാലിയയിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശിലേക്ക്, മലേഷ്യയിലേക്ക് പോവുകയാണ്. ശമ്പളമില്ലാതെ ജോലി ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അവർ പറയും, യാ അല്ലാ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണോ എല്ലാ പൈസയും മുടക്കി നമ്മൾ നിന്നെ ഡോക്ടറാക്കിയത്? ഇൻഷുറൻസ് കമ്പനിയും മരുന്ന് കമ്പനിയും ചെയ്യുന്നത് പോലെ നീയും രക്തം കുടിക്കുന്ന മെഷീനിൻ്റെ ഭാഗമാകണം. അതാണ് നമുക്ക് വേണ്ടത്. നീ എന്തിനാണ് ജീവൻ രക്ഷിക്കുന്നത്? നിനക്കെന്ത് പറ്റി? ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളൊന്ന് കണ്ണാടിയിലേക്ക് നോക്കി സ്വയം ആലോചിക്കണം. അടിസ്ഥാനപരമായി എന്തോ ഒന്ന് മാറിയിട്ടുണ്ട്. വിജയമെന്നാൽ പണമെന്നും പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് വിദ്യാഭ്യാസം എന്നുമാണ് നമ്മൾ ധരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പണത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്നു. വിജയിക്കുക എന്ന് പറഞ്ഞാൽ പണമുണ്ടാക്കുക എന്നതാകുന്നു. വിദ്യാഭ്യാസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതും പണമുണ്ടാകുക എന്നതാകുന്നു. അതാണ് നിങ്ങൾക്ക് വിജയം. മറ്റൊന്നും വേണ്ട. എല്ലാവർക്കും പണം മാത്രം മതി. എന്നാൽ ഇന്നത്തെ പോലെയല്ല പണ്ട്. പണ്ടൊക്കെ വിദ്യാഭ്യാസം എന്നാൽ സ്വയം മനസ്സിലാക്കുകയും ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുകയുമാണ്. അതുവഴി ഈ ലോകത്തെ നല്ലൊരു ഇടം ആക്കുകയുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം തന്നെ മറ്റൊന്നായിരുന്നു. അങ്ങനെ നല്ലൊരു ലോകം പണിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചരിത്രം പഠിക്കേണ്ടി വരും, സാമൂഹ്യശാസ്ത്രം പഠിക്കേണ്ടി വരും, രാഷ്ട്രതന്ത്രം പഠിക്കേണ്ടി വരും, ജേർണലിസം പഠിക്കേണ്ടി വരും, മാധ്യമ ജോലി പഠിക്കേണ്ടി വരും, സാഹിത്യം പഠിക്കേണ്ടി വരും. സമൂഹത്തിന് നല്ലത് വരാൻ വേണ്ടി ഒരു മേഖലയല്ല, പല മേഖലകളിലേക്കും നമ്മൾ പോകേണ്ടി വരും. തങ്ങളുടെ മക്കളെ പല മേഖലകളിലേക്ക് അയച്ചവരാണ് അമേരിക്കയിലെ വിജയം വരിച്ച സമൂഹങ്ങൾ. ഒരു സുഹൃത്ത് പറഞ്ഞു, സ്റ്റീവൻ സ്പീൽബർഗ് ഒരു ഇന്ത്യനായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടറാകുമായിരുന്നു. ഒരു ഡോക്ടർ. കാരണം എന്താ? നമുക്ക് വേറൊന്നും വേണ്ട. നീ എന്തിനാണ് സിനിമ പഠിക്കുന്നത്? നിനക്ക് ഡോക്ടർ ആയിക്കൂടെ? നീ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.